പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. പ്രസ്താവനയെ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇന്ന് മുസ്ലിങ്ങളുടെ ദയയിലാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് എന്നതാണ് കേരളത്തിലെ അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസ്താവന. സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ചരിത്രബോധമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൂടെ കേൾക്കേണ്ടതാണ്. ഭരണഘടനയാണ് കാവൽ, ആരുടെയും ദയയല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നതാണ്. ഇവിടെ ഓരോ പൗരനും ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ബലത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മത വിഭാഗത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ദയയുടെ കീഴിലല്ല. ഒരു ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഇവിടെ ജീവിക്കാൻ മറ്റൊരാളുടെ ഔദാര്യം ആവശ്യമില്ല. നമ്മുടെ നിയമം ഇവിടെ ഉള്ള കാലത്തോളം നമുക്ക് ഒരാൾക്കും ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ ഒരാളെ പേടിക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കേരളം ഇന്നുവരെ നിലനിന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവിടെ അയൽവക്കക്കാരായും കച്ചവട പങ്കാളികളായും സുഹൃത്തുക്കളായും ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് സ്കൂളുകളും ആശുപത്രികളും നടത്താൻ മുസ്ലിമീങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ. ഇങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള നാട്ടിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ ദയയിലാണ് കഴിയുന്നത് എന്ന് പറയുന്നത് സാമാന്യ ബോധത്തിന് നിരക്കാത്തതാണ്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇങ്ങനത്തെ പ്രസ്താവന. ഇത്തരം പ്രസ്താവനകളെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുക, രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് സംശയത്തിന്റെ വിത്ത് വിതയ്ക്കാനുള്ള ഇത്തരം നീക്കങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യക്കു, കേരളത്തിനും മലപ്പുറത്തിനും വളരെ അധികം മതസൗഹാർദ്ദത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. ഇത്തരം പ്രസ്താവനകൾ ആരുടെ വക്കൽ നിന്നാണെങ്കിലും അതെല്ലാം നമ്മൾ ഒഴിവാക്കി ഇന്ത്യയുടെ നാനാകത്വത്തിൽ ഏകത്വം, വളരെ മഹിമയായ ആ ചര്യയിൽ ജീവിക്കണം.